ഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ വെള്ളവും വായുവും ഭക്ഷണവും തന്ന് ഭൂമിയിലേക്ക് വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തിന്നാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഭൂമിയിൽ മുളപ്പിച്ചു തരികയും ഇഷ്ടം പോലെ ശ്വസിക്കാൻ വായു അയച്ചു തരികയും എല്ലാ സംവിധാനവും ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടില്ല എന്ന വിചാരവും നിങ്ങൾക്കുണ്ടോ എന്ന് രാജാതിരാജനായ അല്ലാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട്, ഉപ്പമാരോട്, ഇവിടെ വന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയാം, ഈ വിവരം നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് നല്ല മട്ടത്ത് പറഞ്ഞു കൊടുക്കണം. മഗ്‌രിബിന്റെ ഇശാന്റെ ശേഷം എന്താ മനുഷ്യൻ ചെയ്യേണ്ടേ? രാത്രി തന്നതാരാ? രാത്രി തന്ന റബ്ബ്. മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ശേഷം ഇശാഇന്റെയും ഇശാ കഴിഞ്ഞുള്ള സമയങ്ങളിലും എന്തു ചെയ്യണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പ്രഭാതത്തിൽ അവൻ ചെയ്യേണ്ടതെന്താ? പ്രദോഷത്തിൽ അവൻ ചെയ്യേണ്ടതെന്താ? പകലുകളിൽ അവർ ചെയ്യേണ്ടതെന്താ? രാത്രികളിൽ അവർ ചെയ്യേണ്ടതെന്താ? അല്ലാഹു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്തില്ല എങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ എന്ത് എന്ന് അല്ലാഹു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയ പോലെയുള്ള ഉരുൾപൊട്ടലുകളല്ല, വമ്പൻ നാശങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കടന്നു പോകാം, ഒരല്പസമയമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. വൽഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. നല്ല ശ്രദ്ധിക്കണം. വൽഫജ്ർ, ചെറുപ്പക്കാർ നല്ലപോലെ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരികൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ കാലഘട്ടമാണിത്, നമ്മുടെ സമയമാ, പ്രധാനപ്പെട്ട സമയമാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൽഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളെ തന്നെയാണ് സത്യം. വശ്ശഫഇ വൽവതർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ഹൽ ഫീ ഈ പറഞ്ഞതിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളില്ലയോ എന്ന് അല്ലാഹു. രാത്രിയിൽ ദൃഷ്ടാന്തമില്ലേ? പ്രഭാതത്തിൽ ദൃഷ്ടാന്തമില്ലേ? ഒറ്റയിലും ഇരട്ടയിലും ദൃഷ്ടാന്തങ്ങളില്ലേ? എങ്ങനെയാണ് കൂരിരുട്ട് പോയി വെളിച്ചം വരുന്നത്? എങ്ങനെയാണ് വെളിച്ചം പോയി കൂരിരുട്ട് വരുന്നത്? ലോകത്തേതെങ്കിലും ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാ ഇത് ചെയ്യുന്നത്, ഞങ്ങളുടെ കൺട്രോളിലാണെന്ന്? സാധാരണ 6:03 സൂര്യാസ്തമയം നടക്കുമ്പോൾ ആധുനിക ലോകത്തെ മനുഷ്യർ മുഴുവൻ കൂടിയിട്ട് നാളെ പറയട്ടെ, നാളെ 6:03 സൂര്യൻ അസ്തമിക്കുക, 7:04 പറഞ്ഞു നടപ്പിൽ വരുത്താൻ കഴിയുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്റെ സഹോദരങ്ങളെ? പ്രപഞ്ചത്തിലുണ്ടോ എന്റെ സഹോദര? വൽ ഫജ്ർ, മനുഷ്യനോട് ചിന്തിക്കാൻ അല്ലാഹു പറയുകയാണ്. രാത്രിയുടെ കൂരിരുട്ട് പോയി എങ്ങനെയാ പ്രഭാതം വരുന്നത്? വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഒരു പ്രത്യേകമായ സമയം കഴിഞ്ഞാൽ പകൽ പോയി പിന്നെയും രാത്രി വരുന്നത് എങ്ങനെയാ? ഇതൊക്കെ വെറുതെ മൂല്യമരു എന്ന് പറഞ്ഞ മരണോ, മരണത്തിന് ശേഷം പിന്നെ ജീവിതോ, ഖബറോ, ഹിസാബോ, വിചാരണ, മുങ്കർ നകീറോ, അതൊക്കെ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്ന വർത്തമാനമാണെന്ന് പറയുന്ന ലോകത്തോട് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹു ഉണ്ട് എന്നതിന് ഇതൊക്കെ പോരെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളായി? നമ്മളാരെങ്കിലും വിചാരിച്ചിട്ടാ പകലുണ്ടാവുന്നത്?
നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണോ രാത്രി ഉണ്ടാകുന്നത്? വൽ ഫജ്ർ, അല്ലാഹു ആദ്യം തന്നെ രാജാതിരാജനായ അല്ലാഹുവിന്റെ സാന്നിധ്യം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു ചെയ്യുന്നത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഇനി ശ്രദ്ധിക്കണം, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അല്ലാഹു സമയം തന്നു. എനിക്ക് 41 വയസ്സായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഭൂമിക്ക് ഇഞ്ചരിച്ച് 41 വയസ്സായി. ഉസ്താദിന് 61 വയസ്സായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉസ്താദ് ഭൂമിക്ക് ഇഞ്ചിട്ട് 61 വയസ്സായി. ഉസ്താദിന് 61 വർഷം കൊടുത്ത് സമയം കൊടുത്ത റബ്ബന്നെയാണ് എനിക്ക് 41 വർഷം സമയം തന്നത്. നേരത്തെ ഉസ്താദിന്റെ ഒരു പേരക്കുട്ടി കണ്ടില്ലേ? ഉസ്താദിന്റെ മടിയിൽ കയറിയിരുന്ന ഒരു പേരക്കുട്ടിയെ ശ്രദ്ധിച്ച നിങ്ങൾ. അവൻ ആരാ? 3.5 വയസ്സേ അല്ലെ 4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഭൂമിക്ക് വന്നിട്ട്. ഞാൻ ഏകദേശം നിഗമനം പറഞ്ഞതാ. അവന് 4 വർഷമായിട്ടുള്ളൂ അല്ലാഹു സമയം കൊടുത്തിട്ട്. ഈ സമയം അല്ലാഹു വീതിച്ചു തരുന്നതാണ്. അല്ലാഹു വീതിച്ചു തരുന്നതാണ് സമയം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ അയൽപക്കത്തൊരാൾ മരിച്ചത് 42 വയസ്സാണ്. അല്ലാഹു അയാൾക്ക് 42 വയസ്സ് കൊടുത്തിട്ടുള്ളൂ. 42 വയസ്സ് കൊടുത്ത ഒരാൾ ഒരു സെക്കൻഡ് പോലും അധികം കൊടുക്കാൻ ലോകത്തിന് കഴിയൂല. അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഡോക്ടർ രോഗിയെ കണ്ടാൽ പറയും, മാരകമായ രോഗം പിടിപെട്ട ആളെ കണ്ടാൽ പറയും ഇല്ല ഒരു 90 ദിവസം 60 ദിവസം 46 ദിവസം അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാകും. അബ്ദുൽ ഗഫൂർ ഡോക്ടർ അധിക രോഗികളുടെയും സമയം പറയാറുണ്ട്. പറഞ്ഞാൽ അത് വ്യത്യാസപ്പെടാന്നുള്ളത് വളരെ വിരളാണ്. എന്നാൽ ഈ അബ്ദുൽ ഗഫൂർ ഡോക്ടർക്ക് മൂപ്പരെ സമയം പറയാൻ പറ്റിയില്ല. മൂപ്പര് രോഗിയെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു വീണ് മരിച്ചതാണ്. വൽ ഫജ്ർ, സമയം. ഒരു മനുഷ്യന് കിട്ടുന്ന, അല്ലാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് പടച്ചുവിട്ടത് എന്തിനാ? ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധനകൾ അർപ്പിക്കുവാനാണ് ഞാൻ അവരെ സൃഷ്ടിച്ചു വിട്ടത്. അപ്പൊ നമ്മളെയൊക്കെ അല്ലാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് അല്ലാഹു ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാന് അതിനാണ് അല്ലാഹു സമയം തന്നത്. പീഡിക കൊലായിൽ ഇരുന്ന് സംസാരിച്ചു കളയാനല്ല, തമാശ കളിച്ചു കഴിയാനല്ല, ജീവിതം മുഴുവൻ കളി തമാശയാക്കി വിട്ടേച്ചു പോകാനല്ല. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു വസീനതുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ചില ആളുകൾക്ക് ജീവിതം കളി തമാശയാണ്. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബ്, ചില ആളുകൾക്ക് ജീവിതം കളിയാണെന്ന് അല്ലാഹു. വലഹുൻ, വേറെ ചില ആളുകൾക്ക് ജീവിതം വിനോദങ്ങളാണ്. ലഅബുൻ വലഹുൻ വസീനതുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. വേറെ ചില ആളുകൾക്ക് ആഡംബരമാണ് ജീവിതം. വേറെ ചില ആളുകൾ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള വെപ്രാണത്തിലും നട്ടോട്ടത്തിലും. വേറെ ചില ആളുകൾ മക്കൾ ധാരാളം ഉണ്ടാകുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന രീതിയിൽ ജീവിതം തള്ളി നീക്കുകയാണ് മനുഷ്യൻ. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ചില പണി ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, ആ പണി ചെയ്യാനാ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് എന്ന് അല്ലാഹു. ആ പണി ചെയ്യാനാ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത്. ആ പണിയിൽ രാവിലെ ചെയ്യേണ്ട പണിയുണ്ട്, രാത്രി ചെയ്യേണ്ട പണിയുണ്ട്, പ്രഭാതത്തിൽ ചെയ്യേണ്ട പണിയുണ്ട്, പ്രദോഷത്തിൽ ചെയ്യേണ്ട പണിയുണ്ട്, പകൽ ചെയ്യേണ്ട പണിയുണ്ട്, രാത്രിയുടെ ഇരുട്ടിൽ ചെയ്യേണ്ട പണികളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നോക്കൂ, നിങ്ങളൊരു മനുഷ്യന് കിട്ടിയ സമയത്തിൽ ഏറ്റവും നല്ല സമയമേതാ? ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന് കിട്ടിയ സമയത്തിൽ ഏറ്റവും നല്ല സമയമേതാ? വൽ ഫജ്ർ. ഇതാണ് ഖുർആന പറഞ്ഞത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഒരു മനുഷ്യന് കിട്ടിയ സമയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഫജ്റിന്റെ സമയമാണെന്ന് ഖുർആൻ. ആ ഫജ്റിനെ പിടിച്ചാണ് അല്ലാഹു സത്യം ചെയ്യുന്നത്. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫജ്ർ തന്നെ രണ്ടുണ്ട്.
ഫജ്റുൽ കാദിബുണ്ട്, ഫജ്റുസ് സ്വാദിഖുണ്ട്. ഫജ്ർ രണ്ടാണ്, സുബഹി രണ്ടാണ്. എല്ലാം ശ്രദ്ധിക്കണം. കുറച്ചു നേരം ഞാൻ സംസാരിക്കൂ, ദീർഘമായൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നില്ല. റഹീമീനായ അല്ലാഹ്, നിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പറയൂ, നിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യമെന്ന്. ഒരാൾക്ക് ലഭിച്ച സമയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പ്രഭാതമാണ്. ഒരാൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഉപയോഗപ്പെടുത്തേണ്ട സമയവും പ്രഭാതമാണ്. പ്രഭാതം രണ്ടു രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഫജ്റുസ് സ്വാദിഖ് എന്ന് പറയും. ഫജ്റുസ് സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സുബഹിയുടെ സമയമാകുന്നതോടുകൂടെ ഫജ്റുസ് സ്വാദിഖാണ്. അതിന് മുമ്പൊരു സമയമുണ്ടതാണ് ഫജ്റുൽ കാദിബ്. അതായത് ആകാശത്തിൽ സുബഹിയോടനുബന്ധമായി ഒരു പ്രത്യേകമായ ഒരു കളർ പ്രത്യക്ഷപ്പെടുന്ന സമയമാണത്. ഫജ്റിന്റെ വെളിച്ചമല്ലാത്തൊരു വെളിച്ചമാണ് ഫജ്റുൽ കാദിബ് എന്നാണ് അതിന് പറയാ. അത് തഹജ്ജുദിന്റെ സമയം ഏകദേശം സുബഹിയുടെ 1 മണിക്കൂർ മുമ്പൊക്കെയാണ് ആ സമയം തുടങ്ങാറുള്ളത്. പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോയാൽ സുബഹിയുടെ 1 മണിക്കൂർ മുമ്പ് തഹജ്ജുദിന്റെ ബാങ്ക് കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ ബാങ്ക് കൊടുക്കാറുണ്ട്, എന്നിട്ട് എന്താ പറയാറുള്ളത്? ഹയ്യ അലസ്സലാഹ്, നിസ്കരിക്കാൻ വരൂ, എഴുന്നേറ്റ് നിസ്കരിക്കാൻ. ഫജ്റുൽ കാദിബ്, അതായത് സുബഹിയുടെ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. ഒരു രാത്രിയിലെ അതിപ്രാധാന്യമേറിയ സമയമാണ് തഹജ്ജുദിന്റെ സമയം. എന്റെ സഹോദര, ആമുഖമായൊരു പൊന്നോൻ ഇവിടെ നല്ല ഈണത്തിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തല്ലോ അല്ലേ? ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട്, എന്താ ഇപ്പൊ ഹിഫ്ള് പഠിപ്പിച്ചിട്ട് കിട്ടാൻ, കുട്ടികളെ ജീവിതം നശിച്ചു അല്ലേ? ആ പറയുന്നവൻ അല്ലാഹുവോട് തൗബ ചെയ്തോളൂ. റഹ്മുർ-റഹീമീനായ റബ്ബിന്റെ കലാമ് തങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സൗഭാഗ്യത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആ ആലിമിന്റെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആലിമിന്റെ ഹാഫിദിന്റെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ സ്വർണത്തിന്റെ കിരീടങ്ങൾ ധരിപ്പിക്കപ്പെടുമെന്ന്. മഹ്ശറയിൽ നിന്ന് വരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് താജൻ യൗമൽ ഖിയാമ, കിരീടത്തിന്റെ ചുവട്ടിലായിട്ടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില മനുഷ്യന്മാർ സൂയിപ്പാക്കണമല്ലോ, കുട്ടിനെ ഇഫ്ളിന് ചേർക്കാൻ തന്നെ അവർ എന്തിനാ അവനെ വെറുതെ ഇഫ്ളിന് ചേർത്തിട്ട് ഭാവി കളിനെ. അവരെന്തിനാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട് ഭാവി കളയുന്നത്? ഭാവി കളയുന്നത് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവുക നാവിന്റെ മേൽ. റഹ്മുർ-റഹീമീനായ റബ്ബേ, നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരു കുഞ്ഞുമോൻ ഇവിടെ ഖിറാഅത്ത് ഓതിയില്ലേ? ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. പരിശുദ്ധമായ ഖുർആൻ, രാജാതിരാജനായ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല രഹസ്യങ്ങളും അറിയാത്ത മനുഷ്യന് പ്രപഞ്ചത്തിലും ഭൂമിയിലും ആകാശത്തിലും ഓരോ സമയങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞു തരികയാണ്. സുബഹിയുടെ മുമ്പുള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് എഴുന്നേൽക്കാനും ഇബാദത്ത് ചെയ്യാനും ശീലിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും നല്ല സമയമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, രാത്രിയുടെ 1/3 ഭാഗം കഴിഞ്ഞാൽ, അപ്പൊ അസ്തമയം എപ്പോഴാണ്? അപ്പൊ എങ്ങനെ? 6 മണിക്ക് അസ്തമിച്ചു. 7, 8, 9, 10, 11, 12, 1. രാത്രി 1 മണിയും 2 മണിയും കഴിഞ്ഞാൽ, രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞാൽ യൻസിലുല്ലാഹു തബാറക വതആല ഇലാ സമാഇദ് ദുനിയാ, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരുന്നുണ്ട്. അല്ല ശ്രദ്ധിക്കണം, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരുന്നുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞിട്ടേ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ മുസ്ലിം മാപ്പിള എഴുതിയൊന്നും മുസ്ലിം ആവൂല. ആരാണ് മുസ്ലിം?
അല്ലാഹുവിന്റെ വാക്ക്, അല്ലാഹുവിന്റെ വചനങ്ങളിലും ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിലും അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നവനാണല്ലോ മുസ്ലിമിന്റെ സഹോദര. രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞാൽ അൻസിലുല്ലാഹു തബാറക വ തആല ഇല സമാഇ ദുനിയ, അല്ലാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്റെ അടിമകളോട് കൂടുതൽ അല്ലാഹു അടുക്കുന്ന സമയമാണ്. ആ സമയത്ത് അല്ലാഹു ചോദിക്കുമത്രേ അടിമകളോട്, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു, എന്നോട് പൊറുക്കലിന് ചോദിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അവർക്ക് ഞാൻ പൊറുത്തു തരാം. വഹൽ മിൻ സായിലിൻ ഫഅതി സുഅല, എന്നോട് ദുആ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ ചോദിക്കുന്ന കാര്യമെല്ലാം ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. എല്ലാ ദിവസവും അർദ്ധരാത്രി കഴിഞ്ഞ് 2 മണിക്ക് ശേഷം അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇങ്ങനെ വേദനിച്ചു പോവുകയാണ്. രാത്രി 2 മണിക്ക് ശേഷം അല്ലാഹുവിനെ ഓർത്ത് ഈ ജീവിതത്തിൽ ഇത്രയും കാലത്ത് എപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന അനുഭവമുണ്ടോ? പ്രിയമുള്ള സഹോദരി, പ്രിയമുള്ള സഹോദരാ, തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന മംഗലത്തിൽ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി 10 രാവിലെ മഗ്രിബിന് പോയതാണ്. 10 മണിക്ക് ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പൊ പോവാണോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാന്ന്. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാ പെങ്ങളെ രാത്രി 12 മണി വരെ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ അവനെ സന്തോഷിപ്പിക്കാനിരുന്ന പെങ്ങളെ, രാജാതിരാജനായ അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാൻ ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു രാത്രി 2/3 ഭാഗം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റിരുന്ന അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈപൊക്കി ദുആ ചെയ്ത അനുഭവമുണ്ടോ സഹോദര? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. സുബഹിയുടെ മുമ്പുള്ള ആ സമയം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ആ സമയത്ത് നമ്മളോട് പറഞ്ഞാൽ എന്താ അറിയോ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തഹജ്ജുദ് നമസ്കാരം അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പത്രേ ഉമ്മത്തിനോട് അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ثقيلا إن ناشئة الليل أشد وطئا وأقوم قيلا. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു കൽപ്പിച്ചത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ. പുണ്യനബി അല്ലാഹു പറഞ്ഞയച്ചത് എന്തിനാ? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഹബീബായ റസൂലുള്ളാഹിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ. അപ്പം സുബൈന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കണം. രാത്രി 2 മണിക്ക് ഈ സമുദായം പലപ്പോഴും ഉണർന്നിരിക്കുന്നത് ഞാൻ കണ്ടത് ഫുട്ബോൾ കാലഘട്ടത്തിലാണ്. ഇപ്പൊ കഴിഞ്ഞില്ലേ ഒരു മാച്ച്, ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ. രാത്രി 2 മണിക്ക് സെനഗലിന്റെ കളിയാണ്. ആരാ എഴുന്നേറ്റിരുന്ന കളി കാണുന്നത്? ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർ. അല്ലാഹു നമ്മുടെ തലമണ്ടയുടെ മുകളിലേക്ക് കല്ല് കൊണ്ടെറിഞ്ഞില്ലെങ്കിൽ എന്തിനാ നമ്മൾ അത്ഭുതപ്പെടുന്നത്? മാറാരോഗം അല്ലാഹു നമ്മളിൽ സമ്മാനിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാ അത്ഭുതപ്പെടേണ്ടത്? വൽ ഫജ്ർ, പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില പണിയുണ്ട്. ഈ പ്രഭാതം തന്ന റബ്ബാണ് ആ പണി പറഞ്ഞിരുന്നത്. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവിനെ പേടിച്ചിട്ട് കടക്കണ മെത്തയിൽ നിന്ന് ശരീരം താനെ പൊങ്ങി വരുന്ന ആളുകൾ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് തഹജ്ജുദ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറയാൻ നിത്യവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ പ്രതിഫലം എന്താണെന്ന് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂല എന്ന് അല്ലാഹു പറയാം. فلا تعلم نفس ما أخفي لهم من قرة أعين. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് ഞാൻ കൺകുളിർമയാകുന്ന രീതിയിലുള്ള പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഘട്ടത്തിൽ അല്ലേ, മഹ്ശറുണ്ടോ എന്നൊക്കെ ഇപ്പൊ ശാസ്ത്രം തന്നെ പറയാൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ ഡേറ്റ് 9. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ആ വാർത്ത ഫൈക്കാന്ന് പറയുന്നുണ്ട്, അല്ലാന്ന് പറയുന്നുണ്ട്. ഫൈക്കായാലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ദിവസം പ്രപഞ്ചത്തിൽ ഭൂമിയിൽ വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2018 ഡിസംബർ 13 ഭൂമി ചലിക്കാതെ അതിന്റെ ചച്ചുതണ്ടിൽ നിശ്ചലമാകും എന്ന് നാസ പറഞ്ഞിട്ടുണ്ട് എന്നും ഇല്ല എന്നും. നാസ പറഞ്ഞില്ല എന്ന് വെക്കുക, എന്താ അവര് പറയണേ? അങ്ങനെ ഭൂമി എങ്ങാനും നിശ്ചലമായാൽ പകലിലാ നിശ്ചലമാകുന്നതെങ്കിൽ അനന്തമായ പകലായിരിക്കും. രാത്രിയാണ് നിശ്ചലമാകുന്നതെങ്കിൽ അനന്തമായ രാത്രിയായിരിക്കും. പിന്നെ ഇത് പറഞ്ഞ നാസയോട് ചോദിച്ചത്രേ, എന്താണ് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പരിഹാരം? നാസ പറഞ്ഞത്, പരിഹാരമൊന്നും ഞങ്ങൾ കാണുന്നില്ല ദൈവത്തോടുള്ള പ്രാർത്ഥനയല്ലാതെ. The deeply emotional conviction of the superior reasoning power which is revealed in the comprehensible universe forms my idea of God. ചില പ്രതിഭാസങ്ങളെ കുറിച്ച് ശാസ്ത്രം പറയുമ്പോ ദൈവമില്ലെന്ന് പറയുന്നവർക്ക് പോലും ദൈവത്തിന്റെ സാന്നിധ്യം സമ്മതിക്കേണ്ടി വരികയാണ്. എന്താ പറഞ്ഞത്? ദുആയില്ലാതെ പ്രാർത്ഥനയില്ലാതെ മറ്റൊരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. 2018 ഡിസംബർ 13 അങ്ങനെ സംഭവിക്കുമോ ഇല്ലേ എന്നതല്ല എന്റെ വിഷയം. അങ്ങനെ ഒരു ദിനം വരാനുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാസ പറഞ്ഞത് അനന്തമായിരിക്കും ആ പകലെന്ന്, ആ രാവ് അനന്തമായിരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കച്ചൊല്ലൂ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖിയാമത്ത് നാളിനോട് അനുബന്ധമായി ദജ്ജാൽ വരുന്ന ദിവസമാണെന്ന്, ദജ്ജാൽ വന്നത്തെ ആദ്യത്തെ ദിവസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദജ്ജാൽ ഭൂമിക്ക് വന്ന ആദ്യത്തെ ഒറ്റ ദിവസത്തിന് 40 ദിവസത്തിന്റെ ദൈർഘ്യമാണെന്ന്. 20 ദിവസം പകലും 20 ദിവസം രാത്രിയും. തുടർച്ചയായ 20 ദിവസത്തിന്റെ ദൈർഘ്യമുണ്ടാകും രാത്രിക്ക്, തുടർച്ചയായ 20 ദിവസത്തിന്റെ ദൈർഘ്യമുണ്ടാകും പകലിന്. അല്ലെ, ഇതുവരെ അങ്ങനൊക്കെ സംഭവിക്കുമെന്ന് വെച്ചാൽ മനുഷ്യന്മാരിപ്പോ പറയാ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ നിശ്ചലമാകാൻ പോകുന്നു. എന്നിട്ടും തലമണ്ട തോർക്കാത്ത മനുഷ്യന് എവിടുന്ന് ഹിദായത്ത് കിട്ടാനാ? എന്നിട്ടും ഇതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യനാണോ? ജീവിതം തുലച്ചു കളയുന്നവനാണോ? അവന് തന്നെയല്ലേ അല്ലാഹു നരകം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അപ്പൊ സുബഹിയുടെ മുമ്പ് മനുഷ്യൻ ചെയ്യേണ്ട ഒരു പണി എന്താ? നിസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട അമലും അതാണല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുക. അതേപോലെ പിന്നെ സുബഹിയുടെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പണി എന്താ? വബില്ലസഹാരിഹും യസ്തഗ്ഫിറൂൻ വബില്ലസഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്തായ സമയത്ത് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ഞാൻ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴാ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ സൗകര്യത്തിനാന്ന് വിചാരിച്ചാൽ മതി. എന്റെ നാട്ടിൽ നിന്ന് അർദ്ധരാത്രിക്ക് ശേഷം റോട്ടിൽ നിന്ന് കൂക്കുവിളി, ഭയങ്കര കൂക്കുവിളി. ആരാ? ചെറുപ്പക്കാർ. ദിനാവർ കൂക്കിയത് തന്റെ സുഹൃത്തുക്കളുടെ ഭാഗമായുള്ള കളിക്കാർ പരാജയപ്പെട്ടവരുടെ പതാക നറോട്ടിൽ നിന്ന് വലിച്ചു കീറിയിട്ട് കൂക്ക് വിളിക്കുന്ന മുസ്ലിമേ, നിന്നെ അല്ലാഹു സഹായിക്കുന്നില്ല എന്നാണോ പരാതി? നിന്നെ മോഡി ഇടങ്ങാറാക്കുന്നു എന്നാണോ പരാതി?
നിനക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നാണോ പരാതി? എടാ, നിനക്ക് അല്ലാഹു സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ നിന്നെ മുഷ്ടി ചുരുട്ടിയിട്ട് അടക്കി നിർത്തുന്ന ഭരണാധികാരിയെ അല്ലാഹു നിന്റെ തലക്ക് മുകളിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ ശിക്ഷയാണ് ഇതെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അതാവ് അങ്ങനെ വരിക. അള്ളാഹു നേരെ ഭൂമിക്ക് വന്നിട്ട് വലിയൊരു കുണ്ടമ്പടി എടുത്തിട്ട് തലക്കടിക്കൂല. അള്ളാഹു അടിക്കാൻ ധിക്കാരികളായ ഭരണാധികാരികളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ധിക്കാരികളായ ഭരണാധികാരികളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഖുർആനും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ജാഗ്രത. നമ്മുടെ കൊച്ചു സഹോദരങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, അവരദാബിൽ പെട്ടുപോകരുത്. ഈ ഉമ്മത്തിലൊരാളും നശിച്ചു പോകരുത്. സ്നേഹബുദ്ധിയാ പറഞ്ഞു കൊടുക്കണേ. അതുകൊണ്ട് അത്തായത്തിന്റെ മുമ്പുള്ള അത്തായ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പണിയതാണ്. അതേപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വാക്കുകളുണ്ട്. ആ വാക്കുകൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട സമയമാണത്. ഏതാണ് ആ വാക്കുകൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഒരു തെറ്റുപോലും ചെയ്യാത്ത നബിയാണല്ലോ നമ്മുടെ ഹബീബ്. ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ദോഷം വരുന്നതിൽ നിന്ന് അല്ലാഹു ഒരു പ്രത്യേകമായ സംരക്ഷണം റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഹബീബ് പോലും എല്ലാ ദിവസവും കാന യസ്തഗ്ഫിറു ഫിൽ യൗമി 70 മറ, 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ പണിക്കാണ് സുബൈന്റെ മുമ്പ് ചെയ്യേണ്ടത്. സുബൈന്റെ വാങ്ക് കൊടുത്താലോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ ഉമ്മമാർക്കാണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. കാരണം പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമലാണിത്. ഓല് നീച്ചപാട് നേരെ പോയി സുബൈ നിസ്കരിച്ച് പിന്നെ അടുപ്പിക്കാ പോവാ. അടുപ്പിക്ക എന്താ പുതിയാപ്പിളപ്പ നീക്കും, പുതിയാപ്പിള നീക്കും. 8 മണിക്ക് പോണ്ടിയാ, 8 മണിക്ക് പോണ്ടിയാണ്. പുതിയാപ്പിള നീക്കും. പുതിയാപ്പിളിന് എന്തോ ഒരു പേടിയാ, അള്ളാനെ പേടിയില്ല. പുതിയാപ്പിളിന് എന്തോ ഒരു പേടിയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പേടിയില്ലാത്ത പുതിയാപ്പിളിനെ പേടിക്കുന്ന ഒരു ഖൗമിന് അള്ളാന്റെ സഹായം വേണം. അല്ലേ? കല്യാണം കഴിഞ്ഞു, ഇപ്പൊ സൽക്കാരം നടക്കണേ. സൽക്കാരം ഇവരെല്ലാരും കൂടി പാട്ടും തട്ടും മുട്ടും ഒക്കെ കഴിഞ്ഞ് ഇവരെ രണ്ടാമത് ആനയിച്ചു കൊടുന്ന് വന്ന് പുതിയാപ്പിള്ള കൂടെ വന്നോലെ പിന്നെയും പറഞ്ഞ് ഈ ഉച്ചക്ക് ഒരു കൗമ കൂടെ വന്നാണ്, പിന്നെ രാത്രി വരണോ? ഉച്ചക്കൊരു കൗമെന്നായിട്ട് ഇവന്റെ കൂടെ വന്ന് പോയതാ, തട്ടും പാട്ടും മുട്ടുമായിട്ട്. എന്നാ പിന്നെ രാത്രി പിന്നെ എന്റെ വീട്ടിൽ പിന്നെ 2-3 ആൾക്കാർ ക്ഷണിക്കാൻ പോകണം. ഓല് ക്ഷണിക്കുന്ന സമയത്ത് ഓന്റെ കൂടെ പിന്നെയും വരും കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട്. പിന്നെ ഓല് സൽക്കാരൊക്കെ കൂടി കഴിഞ്ഞിട്ട് രാത്രി 2 മണി 1 മണിക്കാ പോവാ. പുതിയാപ്പിള കടന്നുറങ്ങാം. കടന്നുറങ്ങിട്ടോ സുബൈയൊന്നുമില്ല. രാവിലെ 7 മണിയിട്ടുണ്ട്. 7 മണിയാകുമ്പോ കുട്ടികൾ നേരത്തെ നീക്കുമല്ലോ, പാവങ്ങളല്ലേ. ഓല് നീച്ചിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോ അമ്മ പറയാം ആ കടന്നുറങ്ങണ പുതിയാപ്പിള അശ്ശൈത്താനുൽ കബീർ, ഓന ഏറ്റവും വലിയ ശൈത്താൻ. ഏറ്റവും വലിയ ശൈത്താനാ കിടക്കണത്. വേഗം നീപ്പിക്കുക ചെയ്യണ്ടേ, വേഗം എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് സുബൈ നമസ്കരിക്കാതെ സുബൈ ഖളാക്കി കടന്നുറക്കുന്ന ആളുകൾ പിശാചാണെന്ന കാര്യത്തിൽ സംശയിക്കുകയേ ചെയ്യണ്ട, സംശയിക്കന്നെ ചെയ്യണ്ട. എന്താ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? എല്ലാ ദിവസവും സുബഹി ബാങ്ക് കൊടുത്താൽ സുബഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് നിസ്കാരമുണ്ട്. റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. എല്ലാം കേൾക്കണം, കാത് തുറന്നിട്ട്. റക്അത്താ അൽ ഫജ്രി, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം സുന്നത്ത് നമസ്കാരം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള സർവവും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തില്ലാരും നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലി പോയോ? യൂസുഫ് അലിക്ക പോയോ? നമ്മളെ നാട്ടിൽ വന്നിട്ട് പോയോ? അത് സംബന്ധമായി ഇവരുള്ള എല്ലാവരും ഉണ്ട് അവിടെ? ഇല്ല. നീ വിചാരിക്കുക യൂസുഫ് അലി സാഹിബ് ഇന്ന് രാവിലെ വന്നു, നിങ്ങൾ എയർപോർട്ടിന്റെ ഉദ്ഘാടനത്തിനാണ് മുമ്പിൽ ഇങ്ങനെ പോയി കിടന്ന സമയത്ത് നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുക. ഈ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കണേ. ആരാ ഇത് പറയുന്നത്?
വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഈ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അത് റസൂലുള്ളാഹിക്ക് നൽകപ്പെടുന്ന വഹയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ഞാൻ പറയുന്നതാ നബി നിങ്ങളോട് പറഞ്ഞു, ഞാൻ പറയുന്നതാണ് ആ നബി നിങ്ങളോട് പറയുന്നത്. എന്താ പറഞ്ഞ്? സുബൈയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ദുനിയാവിലുള്ള സർവ്വവും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റടിക്കത് പറഞ്ഞു പോയ പോരാ. നിങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ പോയിക്കുന്ന സമയത്ത് യൂസുഫ് അലി സാഹിബ് പിന്നെ ഒരു ആശംസ അർപ്പിക്കാൻ എന്തിനാ എന്നിട്ടൊന്ന് വിചാരിക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ട് നിങ്ങളൊരു മൂലക്ക് ഇങ്ങനെ ചാരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ മൂപ്പർക്ക് മനസ്സിലായി ഇതൊരു സാധുവാണ്. പ്രസംഗം കഴിഞ്ഞ പാടെ പറഞ്ഞു അവനങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവനെ വിളിച്ചു. അടുത്തേക്കെന്ന് പറഞ്ഞു, നീ നാളെ എറണാകുളത്ത് എത്തണം. നാളെ ഒരു പിന്നെ പകൽ 11 മണിയാകുമ്പോൾ എറണാകുളത്തെ ലുലു ഞാൻ നിനക്ക് എഴുതി തരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? പോകൂലേ? ഉണ്ടില്ല. പോകൂലേ? ഉണ്ടില്ല. പോകൂലേ? പോകൂലെന്നോ? അല്ലാ, പണ്ടൊരു ചങ്ങായിക്ക് ലോട്ടറി കിട്ടിയമാതിരി ഒരു ബംഗാളിക്ക് കോഴിക്കോട് ലോട്ടറി കിട്ടി. 1 കോടി അടിച്ചപ്പോൾ പിന്നെ അവനാകെ ബേജാറ്. ഇത് എനിക്ക് കിട്ടിയത് തന്നെയാണോ? ഇത് പൈസ തന്നെയാണോ? ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതാണോ? എന്താ ഇത് കിട്ടിയിട്ട് ഓനോട് വിശ്വസിക്കാൻ പറ്റാതായിട്ടേ പിന്നെ അവൻ അപ്പാടെ പേടിച്ചിട്ട് നാട്ടിൽ പോയി. 1 കോടിയിട്ട് നാട്ടിൽ പോയി. എന്താ ഓന് പിന്നെ തേടിയും വെക്കാൻ ഒരു സുഖം കിട്ടില്ല, ഒരു അസ്വസ്ഥത. സമ്പത്ത് കൂടിയുള്ള സ്ഥിതി അങ്ങനെയാണ്. പണ്ട് 4 ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക ഒരു മംഗലത്തിന്, ടേബിളിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് 3 ആളും നല്ലോണം അടിച്ചു പൊളിച്ച് കഴിക്കുന്നുണ്ട്. ഓലിങ്ങനെ കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് ആട്ടിറച്ചിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ കടിച്ചു വലിച്ച് തൈര് ഇങ്ങനെ കൂട്ടി അച്ചാറ്. 3 ആളും നല്ല ഉഷാറായിട്ടാണ് ഭക്ഷണം കഴിക്കണം. അതിൽ ഒരുത്തണ്ട് ഓനിങ്ങനെ ഓരോ ഉരുളങ്ങനെ ഇങ്ങനെ വായിലിട്ടാൽ ഇങ്ങനെ നോക്കും. ഇത് കണ്ടപ്പോൾ അടുത്തുള്ള ചെന്തങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായി നോക്കണം. നല്ല ഞാൻ മെനിഞ്ഞാന്ന് ഇറക്കിയൊരു വണ്ടിയാണ് 85 ലക്ഷം റുപ്യൻ്റെ BMW. അവയിട്ടാണ് ഞാൻ മംഗലത്തിന് വന്നത്. ഏതെങ്കിലും പിരാന്തം കുട്ടി കല്ലെടുത്ത് ടൈമിലൊന്ന് വരഞ്ഞാൽ എൻ്റെ 3 ലക്ഷം പോകും. അപ്പം 85 ലക്ഷം അയാൾ ചിലവാക്കിയിട്ട് ഉള്ള സമാധാനം നഷ്ടപ്പെടാണ്. പിന്നെ എന്തിനാ 85 ലക്ഷം? ആ 85 ആയതാബ് എന്നല്ലേന് പറയാം. ആ 85 സ്വസ്ഥത നഷ്ടപ്പെടുത്തുമെങ്കിൽ ആ 85 ലക്ഷം കൊണ്ടെന്ത് കാര്യം? അപ്പൊ ഞാൻ പറഞ്ഞത് ദുന്യാവും അതിലുള്ള സർവവും ഒരു ലുലു മാത്രല്ല. ലോകത്തെവിടെക്കായാലും ലുലു ഇറങ്ങിയിട്ടുണ്ടോ ആ ലുലു മുഴുവൻ. അത് മാത്രല്ല, ലോകം തന്നെ മുഴുവൻ എല്ലാവരും കൂടി നിനക്ക് എഴുതി തന്നു. അതിനേക്കാളും നല്ലത് സുബൈന്റെ മുമ്പ് നീ 2 റക്അത്ത് നിസ്കരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണത്. പിന്നെയോ സുബൈ നമസ്കാരം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ പറയൂ, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ഒരാൾ സുബൈ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അന്നയാരുടെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തുന്നു നബിയുനാ റസൂലുള്ളാഹി. സുബൈ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഫലാ യത്ലുബന്നകും അല്ലാഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ, അല്ലാഹ് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെ തന്നെ സ്വയം അള്ളാഹു ഏൽപ്പിക്കാതിരിക്കട്ടെ. അല്ലാഹ് ചെയ്യേണ്ട കാര്യം നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സുബഹി കൃത്യമായി നിസ്കരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യേണ്ട പണിയാണ് ആ സമയം. അതേപോലെ ആ സമയത്ത് ചെയ്യേണ്ട മറ്റൊരു പണി എന്താ? ഇന്നിപ്പോ കാണാം റോട്ടിലൊക്കെ ഇറങ്ങിയാലും സുബൈൻ്റെ കഴിഞ്ഞ സുബൈക്കൊന്നല്ല, ഞാൻ പിന്നെ കോഴിക്കോട് ഒരു ഭാഗത്തേക്ക് സുബൈക്ക് മുമ്പ് ഒരാഴ്ചയോളം ഞാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പോണ സമയത്ത് കാണുന്നറിയോ, സുബൈൻ്റെ മുമ്പ് ഞാൻ ഒരു സുബൈൻ്റെ 10 മിനിറ്റൊക്കെ മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ എങ്ങനെ പാസ്സാവുമ്പോൾ കാണുന്ന നല്ല പിന്നെ മാക്സിയും തട്ടും പിന്നെ പർദ്ദയൊക്കെ ഇട്ട പെണ്ണുങ്ങൾ സുബൈൻ്റെ മുമ്പ് സുബൈന്റെ ശേഷം താത്താർ. എന്താ കാരണം? ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നടക്കണോ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു. നടന്നാലും മരിക്കും, നടന്നില്ലേ മരിക്കും. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. നിങ്ങൾ ആലോചിക്കണം, സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? ഒരാൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച അതേ തലത്തയാളിരുന്നോ, എന്നിട്ട് അയാൾ ദിക്റിലായി ഇരുന്നോ. ഏതുവരെ? ഹത്താ
തത്ലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നവരെ അയാൾ ദിക്റിലായി ഇരുന്നു. സുബൈ നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നവരെ, സുബൈയുടെയും ഉദയത്തിന്റെ ഇടയ്ക്ക് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. ഇപ്പൊ സുബൈ ബാങ്ക് കൊടുത്ത് ജമാഅത്തൊക്കെ കഴിയുമ്പോഴേക്ക് പിന്നെ ഒരു 10-40 മിനിറ്റ് ഉണ്ടാവും. ആ ഇരിപ്പിൽ തന്നെ ഒരാൾ ഇങ്ങനെ ദിക്റിലായിരുന്നു. ഖുർആൻ ഏറ്റവും വലിയ ദിക്റാണോ? അല്ലെങ്കിൽ ഖുർആൻ ഓതിയിരുന്നു. സൂര്യൻ ഉദിക്കുന്നവരെ, സൂര്യോദയം കഴിഞ്ഞ അല്പസമയം കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. ഒന്നുകിൽ ഇശ്റാഖിന്റെ നമസ്കാരം അല്ലെങ്കിൽ ദുഹായുടെ നമസ്കാരം നിസ്കരിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അത് കഹജ്ജത്തിൻ വഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പണിയൊക്കെ സുബൈക്ക് ചെയ്യേണ്ട പണിയാണ്. ഇതൊക്കെ അല്ലാഹു നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയ പണികളാണ്. ഞങ്ങൾ ആലോചിച്ചു, നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് വലിയ പാൻറ്റൊക്കെ കൂടി വലിച്ചു കയറ്റിയിട്ട് പോയിട്ട് ഫുട്ബോൾ കളിക്കുവാൻ്റെ പണി. ഇപ്പോൾ രാവിലെ 5:30 മുതൽ 6:30 വരെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് 1/2 മണിക്കൂറും 1 മണിക്കൂർ കളിക്കട്ടെ. കളിക്കണതിനെതിരെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ സമയം കളിക്കേണ്ട സമയമല്ല, ആ സമയം കളിക്കേണ്ട സമയമല്ല. അതേപോലെ മഗ്രിബിന് ശേഷമുള്ള സമയം കളിക്കേണ്ട സമയമല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മഗ്രിബിന്റെ വളരെ പ്രധാനപ്പെട്ട നിസ്കാരം അസ്തമയത്തിന്റെ ശേഷമുള്ള നിസ്കാരമാണല്ലോ. പകലങ്ങ് കഴിഞ്ഞതാ, ഇനി ഈ രാത്രി എന്തൊക്കെയാണ് സംഭവിക്കാന്നറിയില്ല. അറിയോ ഈ രാത്രി എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങൾക്ക് ഇതിന്റെ മുമ്പ് കണ്ണൂര് ചാലക്ക് ഒരു മറ്റേ ഗ്യാസ് വണ്ടി ടാങ്കർ പൊട്ടിത്തെറിച്ചത് ഓർമ്മ ഉണ്ടോ? ഉണ്ടില്ല? ഓർമ്മ ഉണ്ടോ? മറന്നുപോയി? ഓർമ്മ ഉണ്ടോ? ഇപ്പോഴാ പൊട്ടിത്തെറിച്ചത്. പുലർച്ചെ ഒരു 3-3:30 പൊട്ടിത്തെറി ഉണ്ടായത്. ആർക്കെങ്കിലും അറിയുന്നോ? കടന്നുറങ്ങണതിന് മുമ്പ് രാത്രി ഇങ്ങനെ സംഭവിക്കാണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖാവരുണ്ടാകാൻ രാത്രിയിലേക്ക് കടക്കുമ്പോഴേ സുജൂദ് കൊണ്ടാകണം, നിസ്കാരം കൊണ്ടാകണം രാത്രിയെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. മഗ്രിബ് സൂര്യൻ അങ്ങ് അസ്തമിക്കുന്നതോടുകൂടെ നിസ്കരിക്കാനുള്ള ആഹ്വാനമുണ്ടാകുന്നത്. മഗ്രിബിന്റെ 3 റക്അത്ത് നമസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും നിസ്കാരമുണ്ട്. സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ് ആ നിസ്കാരത്തിന്റെ പേര്. അല്ലാഹുവിലേക്ക് അടുത്ത ആളുകൾ ചെയ്യുന്ന ഇബാദത്താണത്. സ്വലാത്തുൽ അവ്വാബീൻ, അല്ലാഹുമായി അടുക്കാൻ രാജാതിരാജനായ റബ്ബിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഇബാദത്താണത്. എന്താ? നിസ്കാരം 6 റക്അത്താണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. 20 റക്അത്ത് വരെ നിസ്കരിക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇശാഇന്റെയും മഗ്രിബിന്റെ ഇടയിലാണ്. അതേപോലെ രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, 7 സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള പണി. ഈ സമയത്ത് പോയിട്ട് കാലുകൊണ്ട് പന്തും തട്ടിയിട്ട് കൂക്ക് വിളിക്കുക. ഈ ആരോഗ്യവും ശരീരവും തന്ന റബ്ബിന് നമ്മളോട് വലിയ ഇഷ്ടമുണ്ടാവും. എന്താ ഞാൻ പറയുന്നുണ്ട്, സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നു ആദിനും സമുദായത്തിനൊക്കെ വന്ന കുഴപ്പമെന്ന് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഞാൻ ഓൽക്ക് കൊടുത്ത രാത്രിയും പകലൊന്നും ഞാൻ പറഞ്ഞ കാര്യം ഒരു ചെയ്തില്ല. ഞാൻ അവർക്ക് പ്രഭാതവും പ്രദോഷങ്ങളും കൊടുത്തോ. എത്രയോ ദിനരാത്രങ്ങൾ അവരിലൂടെ കഴിഞ്ഞുപോയി. പക്ഷേ ഞാൻ പറഞ്ഞ പണിയൊന്നും അവർ ചെയ്തില്ല. അതാണ് ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നത്. 7 സൂറത്തുകൾ പാരായണം ചെയ്ത് ഏറ്റവും നല്ലത് ഒന്ന് അലിഫ് ലാം മീം സജദ. അലിഫ് ലാം മീം സജദ ഒരാൾ പാരായണം ചെയ്താൽ ഖബറിന്റെ ഏകാന്തതയിൽ കൂട്ടുകാരനായി കിടക്കാൻ അയാളുടെ കൂടെ അലിഫ് ലാം മീം സജദ വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ കഥ അറിയോ? ഇപ്പൊ ഒരു പാമ്പ് എന്ന് ആരോ പറഞ്ഞപ്പോ എല്ലാവരും പേടിച്ചു പറഞ്ഞില്ലേ? പാമ്പിനെ കാണാത്തോനും ഒരു പാമ്പ് എന്ന് പറഞ്ഞപ്പോ എന്റെ നാടിന്റെ അടുത്ത്
പള്ളിക്ക് വേണ്ടി, പള്ളി വിപുലീകരണത്തിന് വേണ്ടി ഖബർ ഇങ്ങനെ എടുത്തു മാറ്റാൻ. ഖബറുകൾ, പഴയ ഖബറുകൾ പൊളിക്കാം. രാത്രിയാ ഖബർ പൊളിക്കണം. അർദ്ധരാത്രിക്ക് ശേഷം ആളുകളൊക്കെ ഉറങ്ങിയത് കണ്ടാൽ ആ ഖബർ പൊളിക്കുക, അല്ലെങ്കിൽ ആളുകൾ കുഴപ്പാക്കുന്നില്ല. ഖബറുകൾ പൊളിച്ചിട്ട് ആ ഖബറിന്റെ അടിയിലേക്ക് മൺവട്ടി ഇങ്ങനെ താഴ്ത്തിയിട്ട് ചകഞ്ഞു നോക്കും, വല്ലതുണ്ടോ, എല്ലോ മറ്റോ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റും. അർദ്ധരാത്രിയിലെ പോലെ ഖബറിന്റെ മേൽഭാഗത്ത് നിന്ന് മൂടുകല്ലുകൾ മാറ്റി. കൂരിരുട്ടിലാണ് കയ്യിലുള്ള മൺവട്ടി. ജോലിക്കാർ ഖബറിന്റെ അടിയിലേക്ക് അങ്ങ് താഴ്ത്തിയപ്പോഴാ ഖബറിന്റെ അകത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം. അവർ മൺവട്ടിയിട്ട് തിരിഞ്ഞോടി. തിരിച്ചു വന്ന് ടോർച്ച് കൊണ്ട് വന്ന് അടിച്ചു നോക്കുന്ന സമയത്ത് ഈ മയ്യത്ത് കിടന്നിരുന്ന തലയുടെ ഭാഗത്ത് മൂർഖൻ പാമ്പ് മുട്ടയിട്ട് കിടക്കുകയാ. ഉമ്മ, പ്രിയമുള്ള സഹോദര, ഒരു ദിവസം കടന്നു പോകണ്ടേ നമുക്കും. തഫക്കറതു ഫീ ഹശീരി വയൗമി ഖിയാമതിഹി ويصباح خدي في المقابر ثاويا وحيدا فريدا بعد عز ومنعتي رهينا بجرومي والتراب وساديا تفكرت في طول الحساب وعرضه وذل مقامه إن أعطى حسابيا ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطائيا. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്റെ സഹോദര? നമ്മെ കളിക്ക് കൂട്ടിക്കൊണ്ടുപോയവനോ, സിനിമ കാണാൻ ഒപ്പം ഇരുന്നവനോ, ഒരു പെണ്ണുമായി ചാറ്റ് ചെയ്യാൻ നമുക്ക് കൂടെ നിന്നവനോ ഒന്നും ആ സമയത്തുണ്ടാകൂല. പ്രിയമുള്ള പെങ്ങളെ, നിങ്ങളെ വഴിപഴപ്പിക്കാൻ നിങ്ങളുമായി ചാറ്റിങ്ങിൽ വരുന്നവരോ ഫേസ്ബുക്കിൽ വരുന്നവരോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ ഖബറിനകത്ത് നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്യാനോ നേരം പോക്കായോ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോ ഒരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 ഘട്ടം തൂണി ചുറ്റി മുറിയാതിരിക്കേറും ചൊല്ലി ഖബറിലേക്കുള്ള ഒരു പോക്ക് ഖൽബിൽ നീ ഓർത്തൊന്ന നോക്ക. കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളം കാവലിൽ നിർത്തി നാട് ഭരിച്ചോരു മന്നാൻ, നാളെ നീയും ഒരു പീടി മണ്ണാൻ, നാളെ നീയും ഒരു പീടി മണ്ണാൻ. റഹ്മാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഖബറിന്റെ യാതനകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തനബിയെ നമുക്ക് അയച്ചു തന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ചെയ്യേണ്ട, പകലിലും രാത്രിയിലും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയെന്ന് വിശദീകരിച്ചു തരാനാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, രാത്രി ഒരാളെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സജദ സൂറത്ത് ഓതിയാൽ ആരാരും കൂട്ടിനുള്ളില്ലാത്ത ഖബറിൽ സജദ സൂറത്തിനെ അല്ലാഹു നമുക്ക് കൂട്ടുകാരനായി കടത്തിത്തരും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെ ചെറിയ പാമ്പല്ലേ, വലിയ വലിയ മൂർഖൻ കരിമൂർഖൻ പാമ്പുകളുടെ വിഹാര കേന്ദ്രമാകും ഖബർ. കരഞ്ഞാൽ ആര് കേൾക്കാനാ? വടിയേറ്റ് വരിയുന്ന ആരോട് പറയാനാ? റബ്ബല്ലാതെ അല്ലാഹു അല്ലാതെ ആരെ രക്ഷപ്പെടുത്താനാ? അവിടേക്ക് അലിഫ് ലാം മീം സജദ നിങ്ങൾക്ക് കൂട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. അലിഫ് ലാം മീം സജദ ഓതുന്ന സമയത്ത് നമ്മളെ മക്കളെ കൂക്ക് വിളിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഉമ്മമാരെ, അല്ലാഹു ചെയ്യേണ്ട, അല്ലാഹു പറഞ്ഞ ഡ്യൂട്ടി ചെയ്യാതെ ആ സമയത്ത് കൂക്ക് വിളിക്കുകയോ ആർപ്പുണ്ടാക്കേ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയുണ്ട് കോഴിക്കോട് ജില്ലയിൽ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഞാൻ വഅലിന് വേണ്ടി പോവുകയാണ് ഒരു സ്ഥലത്തേക്ക്.
സ്ഥലത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പോകുന്ന സമയമാണ്. മഗ്രിബ് കഴിഞ്ഞ് ഇശാഇനോട് അനുബന്ധിച്ചാ പോകുന്നത്. റോഡിന്റെ മറു സൈഡിൽ ഗാലറിയാണ്. റോഡിന്റെ മറ്റേ സൈഡിൽ ഗാലറി, ഇപ്പുറത്തെ സൈഡിൽ പള്ളി. നല്ലോണം കേൾക്കണയും ചെറുപ്പക്കാർ നല്ലോണം കേൾക്കണം. മോഡിയുടെ ആളുകൾ നമ്മൾ അടിച്ചു കൊല്ലുന്നു. അടിച്ചല്ലാതെ പിന്നെ എങ്ങനെ കൊല്ലാനാ? അല്ലേ? ആൾ കൂട്ടക്കൊല നടക്കുന്നു, അടിച്ചു കൊല്ലുന്നു. നമ്മൾ തന്നെയല്ലേ അടിച്ചു കൊല്ലേണ്ടി? നമ്മളെ തന്നെയല്ലേ പരാതിപ്പെടാനോ? അല്ലാഹുവിന്റെ അദാബാണ് എന്റെ സഹോദരങ്ങളേത്. അല്ലാഹുവിന്റെ അദാബാ. ഞാൻ കണ്ട കാഴ്ച വേദനയോടെ ഞാൻ പറഞ്ഞോട്ടെ. ഇശാഇന്റെ ബാങ്ക് അങ്ങനെ കൊടുക്കുക പള്ളിയിൽ നിന്ന്. ഹിയ അലസ്സലാ ഹിയ അലൽ ഫലാ. ജീവിതം തന്ന അല്ലാഹുവിനെ നിസ്കരിക്കാൻ വരൂ. ഈ ജീവിതം നൽകിയ, ജീവൻ നൽകിയ റബ്ബിനായി നിസ്കരിക്കാൻ വരോ. അള്ളാന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ വരോ. നിസ്കരിക്കാൻ വരോ എന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ റോഡിന്റെ മറു സൈഡിലാണ് പള്ളി, തൊട്ടപ്പുറത്തുള്ള സൈഡിൽ ഗാലറിയാണ്. ആ സ്ഥലമാണെങ്കിലോ മഹാമുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലവുമാണത്. ഹൈന്ദവരല്ല. കേൾക്കണോ എന്റെ സഹോദര? താൻ ഇഷ്ടപ്പെട്ട താരം പന്തുകൾ കാലുകൊണ്ടെങ്ങനെ തട്ടിമാറ്റി ഗോളടിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ഒരു ഭാഗത്തെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്ന് വിളിക്കുമ്പോ ഈ സമുദായത്തിന്റെ മക്കളാണ്. മറുഭാഗത്ത് ഗാലറിയിൽ നിന്ന് എന്ന് കൂക്ക് വിളിക്കുന്ന സമുദായമായി അത് പതിച്ചാൽ എവിടെ നിന്ന് അല്ലാഹുവിന്റെ സഹായം കിട്ടാനാണ് എന്റെ സഹോദരങ്ങളെ?